CMP നേതാവ് CP ജോൺ തിരുവമ്പാടിയിൽ മത്സരിക്കാൻ സാധ്യത. സീറ്റ് മുസ്ലിം ലീഗ് വിട്ടു നൽകുന്നതനുസരിച്ചാകും തീരുമാനം. കുന്ദമംഗലം, ബേപ്പൂർ സീറ്റുകൾ ലീഗും കോൺഗ്രസും വെച്ചുമാറിയേക്കും. കുന്ദമംഗലം CMPക്ക് കൊടുത്ത നെന്മാറ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതും ആലോചനയിലുണ്ട്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആഗ്രഹം കോൺഗ്രസിനുണ്ട്. സാമുദായിക സമവാക്യം പരിഗണിച്ച് സ്ഥാനാർത്ഥിയെ നിർണയിച്ചാൽ വിജയം ഉറപ്പെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ലീഗിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. മണ്ഡലത്തിൽ മത്സരിക്കാനായി CK കാസിം അടക്കം നേതാക്കളും തയ്യാറെടുപ്പിലാണ്. താമരശ്ശേരി രൂപതയുമായി നല്ല ബന്ധം ലീഗ് സൂക്ഷിക്കുന്നതിനാൽ വിജയസാധ്യതയ്ക്ക് കോട്ടം തട്ടില്ലെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ. CP ജോണിന് വേണ്ടി തിരുവമ്പാടി സീറ്റ് ലീഗിനോട് ചോദിക്കാൻ CMP ആലോചിക്കുന്നുണ്ട്. മുന്നണി ബന്ധവും CP ജോണിനുള്ള താൽപര്യം പരിഗണിച്ചുകൊണ്ട് ആവശ്യം ലീഗ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് CMP കരുതുന്നത്. കുന്ദമംഗലവും ബേപ്പൂരുമാണ് വെച്ചുമാറ്റം ഉണ്ടാകാനിടയുള്ള കോഴിക്കോട്ടെ മറ്റു സീറ്റുകൾ. നിലവിൽ കുന്ദമംഗലത്ത് ലീഗും ബേപ്പൂരിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ബേപ്പൂർ സീറ്റ് PV അൻവറിന് നൽകാനാണ് UDFിലെ പ്രാഥമികമായ ധാരണ. അൻവർ വന്നില്ലെങ്കിൽ ബേപ്പൂർ സീറ്റ് ലീഗിന് നൽകി കുന്ദമംഗലം ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ ആലോചനയുണ്ട്. കുന്ദമംഗലം സീറ്റ് CMPക്ക് കൊടുത്ത് പാലക്കാട്ടെ നെന്മാറ ഏറ്റെടുക്കാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. കുന്ദമംഗലം സീറ്റ് CMPക്ക് ലഭിച്ചാൽ MVR ക്യാൻസർ സെന്റർ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ CN വിജയകൃഷ്ണനാകും സ്ഥാനാർത്ഥി. CP ജോൺ കോഴിക്കോട്ടേക്കില്ലെങ്കിൽ മാത്രമേ ഈ മാറ്റമുണ്ടാകൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 2 സീറ്റുകളിൽ മാത്രമാണ് UDFിന് വിജയിക്കാനായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച ട്രെൻഡ് നിലനിർത്താനായാൽ 8 മുതൽ 10 വരെ സീറ്റ് വിജയിക്കാമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. വിജയസാധ്യത മുൻനിർത്തിയുള്ള സീറ്റ് വെച്ചുമാറ്റവും മറ്റ് സമവാക്യങ്ങളുമാണ് ഇപ്പോൾ നേതാക്കൾ പരിഗണിക്കുന്നത്. ജിജീഷ് KC മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.